വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് ഡിഫറെന്റ് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. ഗയ്സ് ഇത് നമ്മൾ ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ വെറും ഈറ്റിംഗ് ചാലഞ്ച് അല്ല ഗയ്സ്. ഞങ്ങൾ അങ്ങനെയാണല്ലോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈറ്റിംഗ് ചാലഞ്ച് എന്ന് വെച്ചാൽ ഗയ്സ് ഭയങ്കര കഠോരമായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ ചിലപ്പോൾ പിന്നിടേണ്ടി വരും. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ഈറ്റിംഗ് ചാലഞ്ച് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ കൈ കൊണ്ട് എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കഴിക്കാം, അല്ലെങ്കിൽ ഈ കടുകട്ടി എന്നൊക്കെ പറയുന്നത് ഈ മറ്റേ ചോപ്സ്റ്റിക് ആണ്. പക്ഷെ അതിലും ഭീകരങ്ങളായ നിങ്ങളുടെ പേര് പോലെ തന്നെ പലതരം ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ടൂൾ എന്താണോ, അതായത് നമുക്ക് കിട്ടുന്ന യൂട്ടൻസിൽസ് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആരാണോ ഫസ്റ്റ് അടിക്കുന്നത് അവരായിരിക്കും ഗൈസ് ഓരോ റൗണ്ടിലെയും വിന്നർ. അതെ, വിന്നറാവാൻ ശ്രമിക്കണം. കാരണം കഴിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പല പല വെറൈറ്റി ആയിട്ടുള്ള യൂട്ടൻസിൽസും ടൂൾസ് ഒക്കെ വെച്ച് കഴിക്കുന്ന സമയത്ത് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ടൂൾസ് എടുത്തോണ്ട് പെട്ടെന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനർജി ആയി പോയി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോവാം. ഹായ്, വലിയ കയ്യിലുണ്ട് ഗൈസ്, ചോപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഈ പീലർ, ക്യാരറ്റ് പീൽ ചെയ്യുന്ന സാധനം, ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഫുഡ് കഴിക്കാനാണ്. അതേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. കഠിന കഠോരം നമ്മൾ തന്നെ പറഞ്ഞല്ലോ തുടക്കത്തില്. അപ്പൊ ഗൈസ് എന്റെ കയ്യിൽ ഇതാ 3 ലോട്ട് ഉണ്ട്. 1, 2, 3 എന്നാണ് ലോട്ട്. 1 കിട്ടുന്ന ആള് ആ ടൂളിൽ ഏതെങ്കിലും ഫസ്റ്റ് സെലക്ട് ചെയ്യുക, അതായത് ഒരു ഇഷ്ടമുള്ളത് എടുക്കാം. രണ്ടാമത് കിട്ടുന്ന ആൾക്ക് രണ്ടാമത് എടുക്കാം. മൂന്നാമത് ഏതാണോ ബാക്കി വന്നത് അത് എടുക്കാം. ഓക്കെ, റെഡി അല്ലേ? മാത്രമേ ഉള്ളൂ. പരമ്പരാഗതമായി ഞാനാണ് ഫസ്റ്റ് ലോട്ട് ഉണ്ടാകാറുള്ളത്. അതെ, പക്ഷെ ഞാനിത് മാറ്റി. 1 ഞാനാണ് ഗൈസ്. എന്തായാലും ഇതിലിപ്പോ ഞാനിത് എനിക്ക് എടുക്കുള്ളൂ. ട്രൈ ചെയ്തൊക്കെ രസല്ലേ? എനിക്കത് ആ സ്പൂൺ എടുത്തരോ? പ്ലേറ്റിൽ നിന്ന് സ്പൂണ് മാത്രം എടുത്താ പോരെ? ശരിയാണോ? ഇതുകൊണ്ട് എന്തെങ്കിലും ചാവാത്താണെ കൊന്നി ഞാൻ തോന്നും. ഇതൊറ്റ എടുത്താ മതി. ഇതില്ലേ ഈ സാധനത്തിന് സത്യം പറഞ്ഞ എനിക്ക് ബാലൻസ് ഇല്ല. ഞാൻ ഇത് എപ്പോഴൊക്കെ തൊട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പൊട്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ട്രൈ അല്ല, ഇത് വെച്ചിട്ട് എന്നോട് ചോപ്സ്റ്റിക്കിൽ ബാലൻസ് അല്ല. കിട്ടിയ ചിലപ്പോൾ ജയിച്ചല്ലേ? പിന്നെ ബാലൻസ്. പക്ഷെ ഇത് കിട്ടാതിരിക്കാന്നുള്ളായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. അതിലോട്ടിലൂടെ നമ്മൾ നേടിയെടുത്തു. അല്ല, നൂഡിൽസ് അല്ലത്. ഞാൻ സാധനമാണെങ്കിൽ അതല്ല. എനിക്ക് സ്മെല്ല് വെച്ചിട്ട് എനിക്ക് സാധനം അറിയാം. ഓക്കെ, റെഡി? 3, 2, 1 ഗോ. മസാല ഷവായ ഇത് വെച്ചിട്ട് എങ്ങനെ ഞാനൊരു മസാല ഷവായ തിന്നു? കൊത്തുടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിലെടുത്ത് ശ്രീ എടുത്തോ ചോപ്സ്റ്റിക്. ആയില്ല, ഞാൻ ഒന്ന് പ്രിപ്പയർ ആവട്ടെ മെന്റലി. ഓക്കെ, നോക്ക്, നാവൊന്നും മുറിക്കരുത്. മസാലയുടെ ചോര ഏതാന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് എന്റെ ഫേവറേറ്റ് സാധനം മസാല ഷവായ. ടൈമർ 3 മിനിറ്റ് സമയം ഉണ്ടാവുക. ഓക്കെ, ഓക്കേ, റെഡി? 3 മിനിറ്റ് ആണ് ടൈം. റെഡി? 3, 2, 1 ഗോ. ഗോ നോള്. ഓക്ക് സുഖല്ലേ? എനിക്കിത് ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് എപ്പോഴേ തോന്നിയ അഹങ്കാരം കിട്ടുമ്പോഴേ. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിയോന്നൊരു സംശയം. എടുക്കും. ഇത് ആദ്യം ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് കഴിക്കാൻ പറ്റും ഗൈസ്. ഞാൻ അതിന്ന് ചിക്കൻ ഇങ്ങനെ പീൽ ചെയ്തെടുക്കണം ഗൈസ്. കണ്ടോ? ഒരു മിനിറ്റ്, എനിക്കിതുവരെ കിട്ടിയില്ല. ഇങ്ങനെ കിട്ടി. ഇതിങ്ങനെ ഇത് നല്ല നല്ല എന്താ പറയാ, ഷവായ ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഇങ്ങനെ പുലർന്നു വരുന്നുണ്ട്. ഇതെങ്ങനെ കഴിക്കാം? 1 മിനിറ്റ് കഴിഞ്ഞു. ഇന്നത്തെ വീഴുന്നതിന് മാക്സിമം കഴിക്കാൻ പോയി. കൂട്ടത്തിൽ ഇതേനും തോന്നുന്നു എളുപ്പ. അതെങ്ങാനും എടുത്താൽ മതിയായിരുന്നു. ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം വാഴ നോക്കാം, ബ്ലേഡ് വായലൊക്കെ പോയില്ലല്ലോ. ഇതെങ്ങനെ ഇങ്ങനെ
എന്റെ മോഹൻ ഈ പീസെങ്കിലും 1 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. 5 ഇതിന്റെ പരിപ്പെടുത്ത്. 5 ആൾക്കാർ ഇത് ഞാൻ ഇത് കിട്ടണ്ടേ? ലാസ്റ്റ് 20 സെക്കൻഡ്സ്. ഞാൻ പൊട്ടി. ഞാൻ രണ്ടാമതെങ്കിലും ഇത് നടപടിയാവും തോന്നുന്നില്ല ഗൈസ്. 9 8 ലാസ്റ്റ് 5 സെക്കൻഡ്സ്. 3 2 1 കഴിഞ്ഞു. ഇതാരാ ഫസ്റ്റ്? ഇത് 5 ഫസ്റ്റ് തോന്നുന്നു. ഞാൻ തന്നെയല്ലേ, ഇതിന് മീറ്റ് ഒന്നുമില്ല. ഇനി മീറ്റൊന്നുമില്ല. ഇതൊക്കെ മീറ്റല്ലേ? കുറച്ച് meat ഉണ്ട്. ബാക്കിയൊക്കെ ആത്മാവാ. പക്ഷെ ഞാൻ സെക്കൻഡാ അല്ലേ? സെക്കൻഡല്ലേ? സെക്കൻഡ്. എടി ഞാൻ ഫസ്റ്റ് ആണോ? ഈ ടൂൾ വെച്ചിട്ട് ഞാൻ ജയിക്കുന്ന ഞാൻ വിചാരിച്ചതല്ല. അതാ ശരിക്കും ഞാൻ തോന്നില്ല. കാര്യം തരാം, ഇത് അതിന്റെ തോല് പോലത്തെ സാധനങ്ങളാണ്. പിന്നെ ഇതിനുള്ളിൽ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം കണ്ടോ? ഇതുണ്ടോ? ഇത് മൊത്തം അല്ല. എവിടെ ഇറച്ചില്ല. അതുണ്ടോ? ഒരാള് ഇവിടെ ഗൈസ് ഫസ്റ്റ് ഇട്ട സമയത്ത് വലിയ ആവേശത്തിൽ പോയി ചോപ്സ്റ്റിക് എടുത്തായിരുന്നു. പക്ഷെ ആ ആള് കേടായി. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട് guys. അത് അറിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അത് അല്ലേ? മനസ്സിലാക്കണം. ഇവിടെ ഉള്ളതിൽ നോർമൽ ആയിട്ടുള്ള ഒരു സാധനം എന്തായിരുന്നു ഗൈസ്? അതിനോട് പക്ഷെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽ കിട്ടും, എന്നാലേ അത് തിന്നാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 5 ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നോർമൽ ആയിട്ടുള്ള സാധനം ഞാൻ എടുത്തായിരുന്നു, അതും വെച്ചിട്ട് ഞാൻ പൊട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് വിജയിച്ചത്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. എനർജി വരട്ടത്. അടുത്ത റൗണ്ടിൽ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുന്നത്. റെഡി? കണ്ണുറന്നോ? ഹായ്, സ്പാച്ചുല ഉണ്ട്, ഫോർക്ക് ഉണ്ട്, ബ്രഷ്. ഇത് മറ്റേ ഇക്കിളിയാക്കാനാണോ? ഇത് ഓയിൽ ആക്കുന്ന സാധനം. ഇത് വെച്ചിട്ട് എങ്ങനെ തിന്നാനാണ്? അല്ല, ഫുഡിന്റെ ഇക്കിളിയാക്കാൻ. അല്ലാതെ ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ചിലപ്പോ ഇത് വെച്ച് കഴിക്കാൻ പറ്റിയ സാധനം ഉണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ. ഇത് വെച്ചിട്ടോ ചിലപ്പോ ബട്ടർ പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അങ്ങനെ അങ്ങനെ സാധ്യതയുണ്ട്. ഇതായിരിക്കും അറിയാത്തതുകൊണ്ട് എന്ത് ചൂസ് ചെയ്യുന്ന അറിയില്ല. ഞാൻ വീണ്ടും തേട്. ഞാൻ വീണ്ടും 1. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വീണ്ടും 1. ഇതിൽ ഞാൻ ബുദ്ധി ഉപയോഗിക്കാൻ നേരത്തെ അതായിരുന്നു ഉപയോഗിച്ചത്. അല്ല, എന്ത് സാധനമാണെങ്കിലും ചോപ്സ്റ്റിക് ഉപയോഗിച്ച് ശീലമുണ്ടല്ലോ. ചോപ്സ്റ്റിക് എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ഇതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അതിനോട് ഞാൻ അതെടുത്തു. ഞാനല്ലേ അതെടുത്തോ? ഞാനൊന്നും ആലോചിക്കട്ടെ. എനിക്കത് മതി. ഇവളിങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഈ റൗണ്ട് അധികം ഒന്നും തിന്നാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് വെച്ചിട്ട് എന്താക്കാനാ? ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ ഓക്കെ, ഇതങ്ങനെ തേച്ചു കൊടുക്കാം. ഇതില് എനിക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, തുറക്കട്ടെ ഫുഡ്. മെല്ലെ സോഫ്റ്റ് എന്തോ ഒരു സാധനം. മെല്ലെ കേട്ടോ. എനിക്ക് പേടിയാണ്. 2 1 ഗോ. എനിക്ക് പറ്റും. എന്നാലും ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ തിന്നാൻ പറ്റില്ല. ഇതിങ്ങനെ വായലേക്ക് ബ്രഷ് ചെയ്യുന്ന ഒരു ഫീൽ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും എല്ലാ സാധനങ്ങൾ. അല്ല, പക്ഷെ ഇത് കുറച്ച് ടഫാ. എനിക്കൊരു വിധം വരെ കിട്ടും. ശ്രീക്ക് ഒരു വിധം വരെ കിട്ടും, പക്ഷെ ഇത് ലിക്വിഡ് കിട്ടൂല, ഐസ്ക്രീം കിട്ടൂല, എടുത്ത് കുടിക്കാനും പാടില്ല. ഐസ്ക്രീം എനിക്ക് ഗൈസ് ഇത് ഇങ്ങനെ സോറി ഇനി അത് അവിടെ തന്നെ വെച്ചോ. ഇനി ഞാൻ ഇങ്ങനെ കോരി കഴിക്കണം ഗൈസ്. മാക്സിമം കോരി കഴിക്കാൻ നോക്കാം. റെഡി? 3 2 1 സ്റ്റാർട്ട്. കഷ്ണം കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്.
ഞാൻ ഹനുമാന്റെ മോന്റെ കഥ പറഞ്ഞ പോലെ ആവും ഗൈസ്. ഷാമി തീർത്ത് നിങ്ങൾ കുടിച്ചൊരു കാര്യമില്ല. കഴിഞ്ഞു. ഞാനൊരു ഗ്ലാസ് വെള്ളം ഫലൂദ കുടിച്ചു തീർത്ത്. സമ്മതിച്ചു ഞാനത്. ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ ആ ലിക്വിഡ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഭാഗം കൂടെ യൂസ് ചെയ്തതിന് ഇത് നോക്ക്. അത്ഭുതം. ഞാൻ വടിച്ചെടുത്ത് സാധാരണ നമ്മളിങ്ങനെ പട്ടേക്കില്ല ഇതേപോലെ അതേപോലെ ഞാൻ ഇങ്ങനെ വടിച്ചെടുത്ത് കഴിച്ച്. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അതെന്താണെന്നറിയോ? ഞാൻ ഒരു വിധം വരെ ഇത്രയാക്കി, പിന്നെ ഇതാ എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ല ഐസ്ക്രീം കിട്ടൂല മെൽട്ടായത്. ഞാൻ സെക്കൻഡ്. ഞാൻ ഈ സാധനം വെച്ചിട്ട് അത്രയും കഴിച്ച് ആകെ എത്ര കേട്ടോ ബാക്കിയുള്ളത്. ഇതിന് രണ്ട് സൈഡിലും കുഴിയില്ല. പക്ഷെ ഞാൻ മാക്സിമം ഇങ്ങനെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ കഴിച്ച്, പിന്നെ ഞാൻ ഇങ്ങനെ സൈഡാക്കി വെച്ച് കോരി ഇങ്ങനെ എടുത്ത് കുറെ പീസുകളായിട്ട് അങ്ങനെ വായിൽ വെച്ച് കഴിച്ചപ്പോ കുറെ ക്വാണ്ടിറ്റി അങ്ങോട്ട് പോയി. ആ പീസുകളില്ലേ, ആ പീസുകൾ ഇതിൽ ഈ ഒന്നും പോലും ഇല്ല കഴിച്ച്. ഞാൻ മാക്സിമം നോക്കി, എനിക്കത് ഇതാണ് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് എന്നിട്ടും ഞാൻ ഫാസ്റ്റിൽ നോക്കി, പക്ഷെ നടന്നില്ല. ലിക്വിഡ് ഇതിൽ കിട്ടും, കഷ്ണങ്ങൾ ഇവിടെ എടുക്കും. ഇതിങ്ങനെ കുറെ ബ്രഷസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര സുഖത്തിലെടുത്ത് അത് കഴിച്ചു. പക്ഷെ അതാരും വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കരമായ പ്രകടനം ഈ സാധനം വെച്ചിട്ട് ഇവിടെ ജയിക്കുന്നുള്ള ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എടുത്താ മതി. രണ്ടുപേര് ചാടി കയറിട്ടെടുത്തതാ. ഒരാൾക്ക് പൾസ് കിട്ടിയപ്പോ നേരെ ഫോർക്ക് എടുത്ത്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഫോർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചു വല്ല നൂഡിൽസ് പോലത്തെ സാധനങ്ങളിലേക്കും വരും. ഇതാണ് വരും, എനിക്കറിയോ. അല്ല ഞാൻ ഇവിടെ യാചിച്ച് അഞ്ചി ഇത് എടുക്കുക അതെടുക്കലേ. അപ്പൊ അഞ്ചി ഇതും എടുത്ത്. അവസാനത്തെ ഓപ്ഷൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അത് വെച്ച് ജയിച്ചു കഴിച്ചു. അപ്പൊ ഒരു പോയിന്റ് അടക്കം ഒരു പോയിന്റ് എനിക്ക് 2 റൗണ്ട് കഴിഞ്ഞപ്പോ. അതെ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ എന്താ വരാൻ നോക്കാം. അടിപൊളി. പൊട്ടറ്റോ സ്മാഷർ, വിസ്ക്, നാരങ്ങ വീഴുന്ന യന്ത്രം. ഇത് വെച്ചിട്ട് എങ്ങനെ എന്നാലാണ് ഇതില് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാനും കൂടി ഒന്നുമില്ല. നടക്കൂല. അതുകൊണ്ടൊക്കെ എങ്ങനെ തിന്നുക? ഇത് സ്മാഷ് ചെയ്യുന്ന സാധനം. സ്പൂണ് പോലെ വേണമെങ്കിൽ എടുക്കാം. എന്താണെന്ന് നമുക്കറിയോ? അല്ല സ്പൂണ് പോലെ എടുക്കാൻ പറ്റുന്നതാണെങ്കിലോ? അല്ല വേറൊരു കാര്യമുണ്ട്. ഇതുവരെ നമ്മള് വിചാരിച്ച സാധനങ്ങൾ കൊണ്ടൊന്നും അല്ല നമുക്ക് തിന്നാൻ പറ്റിയത്. ഫസ്റ്റ് അടിക്കാൻ അപ്പൊ പറ്റുന്ന ചിലപ്പോ ഈ സാധനങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോ നല്ല തിന്നാൻ പറ്റും. അതെ, ഓരോ റൗണ്ടിൽ ഫസ്റ്റ് കിട്ടിയിട്ട് തിന്നാൻ പറ്റുന്ന വിചാരിച്ച എടുക്കുന്ന സാധനങ്ങളൊക്കെ പാളി പോകാതെ. അപ്പൊ ഇത്തവണ എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്നില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്നുണ്ട്. എനിക്ക് ഒരു ടൂൾ സെലക്ട് 2 വേണോ? അല്ല ഒന്ന് മതി. ഞാൻ വേഗം എടുക്കാൻ നോക്കിയാലേ. അപ്പോഴൊക്കെ അലമ്പായി. ഞാൻ 3 അണക്കല്ലേ ഫസ്റ്റ് കിട്ടുന്നത്. ഞാൻ 3. ഞാൻ ഇതില് അതെന്തായാലും വേണ്ട. ഇത് നാരങ്ങയാണെങ്കിലോ കഴിക്കാനുള്ളത്. നാരങ്ങ ഇങ്ങനെ എടുക്കണ്ടേ? പിഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് ആദ്യം എടുത്തിട്ട് വേണം അത് വീഴണം. സെലക്ട് ചെയ്യ്. ഞാനത് ഇനി ഞാനല്ലേ? ആ ഞാനത് കമ്പാരിറ്റീവ്ലി ചിലപ്പോ എളുപ്പം അതായിരിക്കും ഗൈസ്. ഇതാ അല്ലേ? ഞാൻ ഇത് നല്ല കാലുണ്ട്. ഇത് നല്ല ഇതേ ഞാൻ വിചാരിച്ച എന്താറിയോ, ഇങ്ങനെ ആക്കുമ്പോ ഇവിടെ തുറക്കുന്നു. എനിക്ക് സാധനം മറന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. ഇതുകൊണ്ട് പിന്നെ എന്തെങ്കിലും പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കോരുന്ന ഒരു എഫക്ട് കൊടുക്കാലോ. ഓക്കെ റെഡി? 3 2 1 ഗോ. അയ്യോ സോർ കാൻഡീസാ? ഇത് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് എടുക്കാൻ പറ്റൂല. ഇങ്ങനെ 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 ആക്ക്. എന്നാലും ഇതിന്റെ ഉള്ളിൽ കൂടെ വീണു. അത്രയും ചെറുതാണ്. എനിക്ക് പിന്നെയും പറ്റൂ. കാരണം എനിക്കത് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇങ്ങനെ തന്നു. നേരത്തെ എനിക്ക് അങ്ങനെ കാണിക്കാൻ സമ്മതിച്ചില്ല. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വയലിക്കാവൂലേ? തുടങ്ങാം. 3 2 1 സ്റ്റാർട്ട്. പ്ലേറ്റ് കയ്യിലെടുക്കട്ടെ.
അയ്യോ പൊളിച്ചില്ലേ? പുളി കിട്ടി കിട്ടി കിട്ടി. ബുദ്ധി ഉപയോഗിക്കും. ശ്രീ എന്നങ്ങനെ കൊടുത്തു തന്നെ ശ്രീക്ക് ഭ്രാന്തായ? അഞ്ച് ഇതിന്റെ 4 എണ്ണം നിലത്ത് വീണുണ്ടേ. ആ ശ്രീ 4 എക്സ്ട്രാ കൊടുക്കോക്ക്. ശ്രീക്ക് 4 എക്സ്ട്രാ ആണ്. ശ്രീ വല്ലാത്തൊരു പോരാളി. ഒന്നോട് ബാക്കിയുള്ളൂ, ഒന്നോട് ബാക്കിയുള്ളൂ. ഞാൻ കഴിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞോ? അല്ല ഇത് സമയം കഴിഞ്ഞാൽ തീർത്തോ? ഇന്ത്യന് ഇവർ 2 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ തിന്നുന്നതിനാ. 1 മിനിറ്റ് ബാക്കി നിൽക്കെ ഇവര് തീർത്തിരിക്കണം ഗൈസ്. ഈ സാധനം കൊണ്ട് ഇത്രയും ഉപയോഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഷാമി 4 എണ്ണം ശ്രീക്ക് എക്സ്ട്രാ കൊടുത്ത് ആ 4 എണ്ണം തിന്ന ടൈമില് ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് പോയല്ലോ. ഇന്ത്യത് ഇതുകൊണ്ട് ഞാൻ എങ്ങനെ തിന്നു നിങ്ങളെന്താ ആലോചിക്കാത്ത? അങ്ങനെ പറയില്ലേ? കുത്തി തിന്നതാ. നീ എങ്ങനെ കഴിച്ചു? പക്ഷെ എന്നാലും ഇതുണ്ടോ ഇത്രയും ഞാൻ തിന്ന് 1 2 3 4 5 6 7 എണ്ണം ബാക്കിയുള്ള ടോട്ടൽ 3 വെച്ചത് 4 എണ്ണം. 40 ഞങ്ങള് കഴിച്ചു. അത്രയും പുള്ളിയുള്ള സാധനം. ഞാൻ 33 എണ്ണം തിന്ന്. ഇതുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ നോക്കിട്ടെ പക്ഷെ കിട്ടുന്നില്ല. പിന്നെയാണ് എനിക്ക് ഈ ഐഡിയ വന്നത്. അതുകൊണ്ട് ഞാൻ കുത്തി 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 ഒന്ന് കാണിച്ചാ ഐഡിയ ആദ്യം വന്നീന്നുണ്ടെങ്കിൽ 5 ഈ ചേച്ചി കണ്ടില്ല ഞാൻ തിന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ഇതാ 2-3 എണ്ണം എടുക്കാൻ പറ്റൂല ഇനങ്ങനെ. ഇല്ല അപ്പത്തേക്ക് അടുത്ത കയ്യിലേ പോവും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി പോകും. പിന്നെ ഞാൻ അടിച്ചു പിടിച്ച് വലിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ 40 എണ്ണം തിന്നതില് 4 എണ്ണം താഴെ പോയി. ഇത് ഞാൻ എങ്ങനെ അത് ഇപ്പഴല്ലേ സമയം പോകുന്നത്. അതാ ഞാൻ എങ്ങനെ കഴിച്ചു വെച്ചാ ഇത് വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈ കുഴിയുള്ള സ്ഥലത്ത് ഇവിടെ കിട്ടു. എന്നിട്ട് ഇത് തട്ടി അങ്ങനെ ഇങ്ങനെ പോയി വഴി. ഈ വഴി ഇങ്ങനെ വന്ന് അല്ല നമ്മൾ പറഞ്ഞത് ശരിയാ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച സാധനം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ എനിക്ക് പിന്നെ അതിനെക്കാട്ടി ഭേദമായിരുന്നു തോന്നിയിരുന്നു. ഇതിനെക്കാട്ടി ഭേദം. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പക്ഷെ അവള് വിവരക്കേടോട് തോന്നിയാണ്. പക്ഷെ അവള് വർക്കൗട്ട് ആക്കി എടുത്തു. പക്ഷെ സെക്കൻഡ് ആയി ശ്രീ. വെൽ ഡൺ സെക്കൻഡ് മാറ്റുണ്ട്. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അതൊക്കെ മനസ്സിലായി. എന്തായാലും ഈ റൗണ്ടിലല്ല ഇതുകൊണ്ട് എനിക്ക് ഏകദേശം സ്പൂണിന്റെ ഒരു ഗുണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഫസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. അതിനോണ്ട് പോയി എല്ലാ റൗണ്ടിലും ഫസ്റ്റ് ആയിരുന്നല്ലോ. ഈ തവണയെങ്കിലും ഞാനൊന്ന് ഫസ്റ്റ് ആണ്. അപ്പൊ ഈ റൗണ്ടില് ഷാമി ഫസ്റ്റ് ആയിരിക്കും. അഭിനന്ദിക്കുന്നില്ലേ? Congrats. ഞാനിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഫസ്റ്റ് വന്ന ആദ്യത്തെ ചാനൽ 2 വർഷമായിട്ടുള്ള ഒന്ന് ഞാനായത്. ഇപ്പൊ പറയേണ്ട കാര്യം അല്ല മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? എന്നോട് എതിരാളിയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതല്ല സാധനം, വേറെ വെറൈറ്റി സാധനം കൊണ്ട്. അതറിയാം. എതിരാളികൾ ഉണ്ടെങ്കിൽ എതിരാളി ഉണ്ട് ഞാൻ ഞാനും. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. റെഡി കണ്ടോ? അടിപൊളി. ഇതിനായിട്ട് ഓൾറെഡി വന്ന് ഇത് പുതിയവനാണ്. ഓ തേർഡ് കിട്ടുന്നോണ്ട് കഷ്ടമാണ്. നേരത്തെ ടൂത്ത് പിക്ക് വെച്ചിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് എടുത്ത് കഴിക്കാൻ. അതുകൊണ്ട് കുത്തി കുത്തി കഴിച്ചാൽ അല്ല കുത്തി കുത്തി കഴിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഫുഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല മറ്റേ വെക്കേണ്ടതാ. അത് ഇപ്പൊ എന്തോ കുരുട്ടുബുദ്ധി അവിടെ പ്രയോഗിച്ചത്. റിസ്ക് ആണ്. ഇതിന് എനിക്ക് തീരെ പ്രതീക്ഷ പിന്നെ സ്പാച്ചില പിന്നെ പറയാ വേണ്ട. അതുകൊണ്ട് പിന്നെ അല്ല അതുകൊണ്ട് പിന്നെ കഴിക്കാൻ പറ്റും. ഞാനാണ് അതിൽ കഴിച്ച ഒരാള്. അതിന്റെ സ്ട്രഗിൾ എനിക്കറിയാം. അതെ നേരത്തെ കിട്ടിയത് പോലത്തെ ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഒന്നുകൂടായിരുന്നോ? പറയാൻ പറ്റില്ല. അതാണ് നമ്മളെ എല്ലാ തകിടം മറിച്ചുകൊണ്ടായിരുന്നു ഓരോരോ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ലോട്ടറി ഏതൊക്കെ കിട്ടിയ നോക്കാം. എന്തായാലും ടൂത്ത് പിക്ക് എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എനിക്ക് ഫസ്റ്റും വേണ്ട. ഞാനാ ഫസ്റ്റ്. ഞാനാ സെക്കൻഡ്. ഞാനിതില്
ഞാൻ ഇതിൽ Toothpick. ഞാൻ അധികല്ല പറഞ്ഞത് ഇതുകൊണ്ട് കഴിക്കാൻ എടുക്കുള്ളൂ. അതുകൊണ്ട് ഇത് ഇപ്പൊ വലിയ കോംപ്ലിക്കേഷൻ ആയി. ഇതുകൊണ്ട് എന്താ തിന്നാൻ പറ്റുക? എനിക്കറിയോ? അതുകൊണ്ട് എന്താ തിന്നാൻ പറ്റുക? തീരുമാനിക്കുക. അനക്കല്ലേ രണ്ടാമത്തെ കിട്ടിയേ? തീരുമാനിക്ക്. ഞാൻ തീരുമാനിച്ചു. ഞാൻ തന്നെ അഞ്ചിക്ക് അതല്ല ഇഷ്ടമില്ല. ഞാൻ പിന്നെ എന്തിനാ എടുത്ത്? എന്നോട് പറഞ്ഞില്ലേ ഇതുകൊണ്ട് എന്തും കഴിക്കാൻ പറ്റുന്നു. അതിന്റെ ഒരു പ്രതീക്ഷ. അല്ല, ഈ മൂന്നെണ്ണത്തില് ബെറ്റർ തന്നെയാ. അത് കുത്തി തിന്നാണെങ്കിലോ? വേഗം തീരുമാനമാക്ക്. ഇതെടുത്താലോ? വേണ്ട, അതെടുക്കാം. വല്ല ഡ്രിങ്ക് വല്ലതും ആണെങ്കിലോ? ഡ്രിങ്ക് എന്തായെങ്കിലും ഓൻ ഇതൊന്നും കൊണ്ടുവെക്കില്ല. കാരണം ഇതുകൊണ്ട് ഒന്നുകൊണ്ട് കഴിക്കാൻ പറ്റൂല. ഇതുകൊണ്ട് അത് ഉറപ്പിച്ചാ അന്ന് എടുക്ക്. എടുത്ത് ഞാൻ ഈ ടൂത്ത്പിക്ക് നോക്കട്ടെ സെല്ലോ. ചൂട് അത് വെച്ചിട്ട് കുത്തി തിന്നാണ് ശ്രീ രക്ഷപ്പെട്ട്. ഞാൻ കഴിച്ചില്ലേ? ചൂട്. ഓക്കെ, തുറന്നോക്കാം. 3, 2, 1, go. മാഗി ഗയ്സ്, മാഗി ആണ് ഈ റൗണ്ടില്. ഇത് വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് പിന്നെ തിന്നാൻ പറ്റൂലേ? പ്രാക്ടീസ് ചെയ്യരുത്. നോക്കാം. ഉള്ളിലിട്ട് ലോക്ക് ചെയ്തിട്ട് ഒന്നായിട്ട് കൂടി തിന്നാം. നമുക്ക് നല്ല ചൂടിട്ടത് കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലാക്കണം. എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാനിത് ഇങ്ങനെ എടുത്ത് തിന്നാനുള്ള ഒരു പ്രാക്ടീസിലാണ്. ചോപ്സ്റ്റിക് പോലെ പിടിച്ചു. ചോപ്സ്റ്റിക് എനിക്ക് പിടിക്കാറില്ല. ഇനി പതിലും പിടിക്കാൻ അതിന്റെ മിനിയേച്ചർ ബസ് പോലെ കഴിക്കാം. ഇത് 5 കൊണ്ടുപോകും ഗൈസ്. അങ്ങനെ ആവുമ്പോ ഡ്രോ ആവും. 3, 2, എനിക്കൊരു പ്രതീക്ഷയില്ലേ? start. Sorry, ഒരു മിനിറ്റ്. Start. ചൂട്. നല്ല ചൂടുണ്ട്. പൊള്ളി 5 പോയി. 5 തിന്ന് ശ്രീ. എടുക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ് റൗണ്ട് കഴിഞ്ഞ് കിട്ടി. Guys, ഇത് കിട്ടുന്നില്ല ഗൈസ്. ശ്രീക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്റെ പല്ലിന്റെ ഉള്ളിൽ കുടുങ്ങി പോവോ? പല്ല് കുടുങ്ങി പോയി എങ്ങനെ എടുത്തരണോ? നേരത്തെ കിട്ടിയതല്ലോ. കുത്തിപ്പോവാ. ടൂത്ത് പിക്ക് ആയതുകൊണ്ട് തന്നെ ശ്രീക്ക് മാഗി എന്നിട്ട് അതിന് ശേഷം അത് യൂസ് ചെയ്യാവുന്നു. അത് യൂസ് ചെയ്യാം. ഞങ്ങൾ ഫസ്റ്റ് സ്ഥാനത്തേക്കല്ല, സെക്കൻഡ് സ്ഥാനത്തേക്കാണ് മത്സരിച്ചോണ്ടിരിക്കുന്നത്. അഞ്ചിനെ ഞാൻ നോക്കുന്നില്ല. അഞ്ചിനെ ഞാൻ ഇതിൽ കൂട്ടിയില്ല. 5 ഫസ്റ്റ് അടിച്ചു. എന്തായാലും ഫസ്റ്റ് അടിച്ചു. എന്തിനാ അത്ര തിരക്ക്? 5 മെല്ലെ തിന്നാ പോരെ? അഥവാ മൊയലൊന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് വേറെ പോയാലോ അത് മേടിച്ചിട്ടാ. ഒരു മിനിറ്റ് ബാക്കി. വെരി ഗുഡ്. ഇനി ഞാനും ശ്രീയും തമ്മിലാണ് ഗൈസ് പോരാട്ടം. എന്തിനുള്ള? സെക്കൻഡ് സ്ഥാനത്തേക്കുള്ള. യെസ്, ഓക്കെ. ശ്രീന്റെ ഒപ്പം കഴിയും. തിന്ന് ക്ഷണിച്ചതാ. അതെ, എത്രയും പെട്ടെന്ന് കഴിക്കാൻ ചില്ലറ കാര്യമല്ല. ഷാമി കഴിക്കുന്നതാണ് നല്ല രസമുണ്ട്. മറ്റേ ഈ ചുണ്ടലൊക്കെ ഇങ്ങനെ ഇതാക്കി തിന്നൂലേ, അതുപോലെ ഉണ്ട്. പക്ഷെ ശ്രീ കടത്തി വെട്ടി. ഒരായുധവും ചെറുതല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ടൂത്ത് പിക്ക്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട് ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് സത്യമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ തുടക്കം മുതൽ മൊയലിനെയാണ് ഗൈസ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേനെ 1, കാണേ. അത്രയും കുഞ്ഞു സാധനം വെച്ച് ഞാൻ അത്രയും കഴിച്ചില്ല. പറയാനില്ല. ഈ സാധനം വെച്ചിട്ട് ഞാൻ കഴിച്ച് അവസാനം നൂഡിൽസ് ചെറുതായതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു guys. അത് ഓള് മൂന്നാമത് ഓക്ക് കിട്ടിയ ഓപ്ഷൻ അത് മാത്രമായിട്ട് ഓളത് എടുത്തിട്ടാണ് ഓള് ജയിച്ചത്. ഇവള് കിട്ടിയ ഓപ്ഷനിൽ നിന്ന് ഓള് തോറ്റു.
വയറ് നിറഞ്ഞിട്ട് ഇത് വെച്ചാ മാക്സിമം ഞാൻ തിന്ന്. ഇവിടെ എന്തുകൊണ്ട് ഒന്നാം സ്ഥാനമുള്ളവർക്ക് ഒരു വിലയില്ല എനിക്ക് പറയണത്. ഞാൻ ഇവിടെ ഇതുണ്ടോ ഈ പാത്രം വരെ ഇത് വെച്ചിട്ട് തിന്നാൻ പറ്റുന്നുള്ളത് അറിയാവുന്നുണ്ട്. പക്ഷെ നൂഡിൽസ് ആണ് അറിഞ്ഞിട്ടല്ലല്ലോ ഞാൻ എടുത്തത്. അല്ല അപ്പൊ എന്റെ ബുദ്ധിയല്ലേ അറിഞ്ഞല്ലോ ഇപ്പൊ. പക്ഷെ എന്നാലും ഞാൻ കഴിച്ചു. ഒരു മിനിറ്റ് ബാക്കിയുള്ളപ്പോ തീർത്തു. അതെ, അത് ഓള് തീർക്കുന്ന സമയത്ത് നമ്മൾ തിന്നല്ലേനു, അതാണ് കൈയടിക്കാൻ പറ്റാ. ഇപ്പോഴും കൈയടിച്ചില്ല അതിനെ പറ്റി. ഇപ്പൊ അടിച്ചു. അങ്ങനെ ഈ റൗണ്ടിലല്ല മൊത്തം ചാലഞ്ച് 5 ജയിച്ചിരിക്കുകയാണ്. അല്ല, ഞാനും ഷാമിയും ഡ്രോ ആയി. ഡ്രോ അപ്പൊ ഈ ചാലഞ്ചിൽ വിന്നർ ആയിരിക്കുന്നത് ഞാനും 5 ആളെ. ഞങ്ങൾ 2 പോയിന്റ്സ് ആണ്. ശ്രീക്ക് ഒരു പോയിന്റ്. എനിക്ക് ഒരു പോയിന്റ് ഇല്ല, ആകെ 4 റൗണ്ട്. ഞാൻ സെക്കൻഡ് ആണ് ഗൈസ്, ഫസ്റ്റ് ആവാൻ പറ്റില്ല. അപ്പൊ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. അതെ അതെ, പൊരുതിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഈ ചാലഞ്ചിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രഷ് ഏതാന്ന് അറിയോ? എനിക്ക് ഈ ചാലഞ്ചിൽ ആ ബ്രഷിന്റെ മനസ്സിൽ കൂടിയതുകൊണ്ട് പെട്ടെന്ന് ബ്രഷ് പുറത്തേക്ക് വന്നതാ. ഉറപ്പിച്ചൊരു റൗണ്ട് ആയിരുന്നു. അതെ, അതിലോളാ സാധനം വെച്ച് ഫസ്റ്റ് എത്തി. അതിലൂടെ കോൺഫിഡൻസ് കയറിയതാണ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എത്ര ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, ഷാമിയ, സഞ്ജിത.